യുദ്ധവും ഇതും കാര്യങ്ങളും മലയാള സിനിമ അല്ല, എല്ലാ സിനിമകളും ഭയങ്കര പ്രതിസന്ധിയിലാണ്. കാരണം മലയാള സിനിമയുടെ തന്നെ വലിയൊരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ GCC കൺട്രീസാണ്. അപ്പോൾ പല സിനിമകളും ഈ ഒരു യുദ്ധം കാരണം തന്നെ റിലീസുകളും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യുദ്ധം മലയാള സിനിമ അല്ലെങ്കിൽ ഒരു മുഴുവൻ സിനിമകൾ എത്രത്തോളം ബാധിക്കും എന്നാണ് ചെയ്യേണ്ടത്? കാരണം പൊതുജനങ്ങളെയും ബാധിക്കുന്നുണ്ടല്ലാതെ. ചേട്ടൻ എന്താണ് യുദ്ധം എല്ലാ മനുഷ്യരെയും ലോകത്തെമ്പാടും എല്ലാ മനുഷ്യരെയും ബാധിക്കും. അത് ഇവിടെ തുടക്കത്തിൽ പിന്നെ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇവിടെ DYFI പിന്നെ മുദ്രാവാക്യം സമയത്ത് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മളതിന് മുദ്രാവാക്യം വിളിക്കാൻ അവിടെ യുദ്ധം നടക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഗ്യാസ് ഷോർട്ടേജ് വന്നപ്പോൾ അത് മനസ്സിലായി എങ്ങനെ ബാധിക്കുന്നത്. ഇത് പതുക്കെ പതുക്കെ ഇത് തുടരുകയാണെങ്കിൽ പെട്രോൾ ഓയിൽ പ്രശ്നം വരും. അപ്പോൾ അത് മൊത്തം എക്കണോമിനെ ബാധിക്കും. അത് പിന്നെ എൻഡ് ഓഫ് ദി ഡേ അത് സാധാരണ മനുഷ്യൻ്റെ ഒരു പിന്നെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് സിനിമ ഓഫ് കോഴ്സ് സിനിമ GCC അതുപോലെ തന്നെ മാർക്കറ്റ് വലിയ മാർക്കറ്റാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ഇല്ലാതാവുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കും. ഈവൻ റിവ്യൂസിനെ വരെ ബാധിക്കുന്നുണ്ട്. കാരണം വ്യൂസ് ഇല്ല ഇപ്പോൾ. കാരണം അവിടെയുള്ള ആൾക്കാർ യുദ്ധഭീതി കഴിയുമ്പോൾ ആരെങ്കിലും ഇവിടുത്തെ സിനിമേൻ്റെ റിവ്യൂസ് നോക്കാൻ പോകും. അത് പേഴ്സണലി നമുക്ക് മനസ്സിലാവും. മുമ്പ് ഇട്ടുകൊണ്ടിരുന്ന വ്യൂസ് ഇപ്പോൾ ഇല്ല. കാരണം അവർ സിനിമയെക്കുറിച്ച് ഒന്നും ചിന്തിക്കാനും കാണാനും ഉള്ള കാരണം ഇപ്പം എൻ്റെ വീഡിയോസ് കുറേ കൂടുതൽ കാണുന്ന GCCയിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ലേറ്റായിട്ട് ഇടുമ്പോൾ വ്യൂസ് വരുന്നത്. 12 മണിക്ക് ഇട്ടാൽ അവിടെ 1.5 മണിക്കൂർ പുറകിലല്ലേ. അപ്പോൾ ആൾക്കാർ കാണും. പക്ഷേ ഇപ്പോൾ ആരും കാണുന്നില്ല. മൊത്തത്തിൽ ബാധിക്കും. പിന്നെ ആട് 3ക്ക് നല്ലൊരു ചാൻസാണ്. കാരണം അവർക്ക് GCC മാർക്കറ്റ് ഇല്ലെങ്കിലും അവരുടെ കോമ്പറ്റീഷൻ ഇല്ല. ഈ റംസാൻ പടം വരെ ഇല്ലല്ലോ, മലയാളം പടമില്ലല്ലോ. പക്ഷേ വിജയ് ബാബു പ്രൊഡ്യൂസറായിട്ട് എന്ന് പറഞ്ഞത് GCC കൺട്രീസിലുള്ള മാർക്കറ്റ് എടുക്കുമ്പോൾ ബിസിനസ് ഭയങ്കരമായിട്ട് ബാധിക്കും. പക്ഷേ അതിവിടെ കോമ്പൻസേറ്റ് ചെയ്യാം. കാരണം കോമ്പറ്റീഷൻ ഇല്ലല്ലോ. ദുരന്തരം മാത്രമേ ഉള്ളൂ. ടോക്സിക് മാറിയല്ലോ. പിന്നെ ധ്യാൻ്റെ ഏത് പടമേ ഉള്ളൂ, ഭീഷ്മർ. അപ്പോൾ വലിയ കോമ്പറ്റീഷൻ ഇല്ല. അപ്പോൾ ആട് 3 പോസിറ്റീവ് റിപ്പോർട്ട്സോ അല്ലെങ്കിൽ എബോ ആവറേജ് റിപ്പോർട്ട്സോ ഈവൺ ആവറേജ് ആയി പോലും ആൾക്കാർക്ക് ഓപ്ഷൻ ഇല്ലല്ലോ വേറെ പടം കാണാൻ. അപ്പോൾ എല്ലാവർക്കും പടം കാണണമല്ലോ. ഇപ്പോൾ ഈ മലയാള സിനിമകളില്ലേ, ഇപ്പോൾ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ലെവലിലുള്ള ഇന്ത്യൻ മാർക്കറ്റിനേക്കാൾ ഉപരി മറ്റു രാജ്യത്തിൻ്റെ മാർക്കറ്റുകളെ ഇത്രയും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ടല്ലേ? ഇല്ല, മലയാളികൾ തന്നെ മലയാള സിനിമ കാണുന്നുള്ളൂ. അപൂർവം സിനിമകൾ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ്, പിന്നെ ആവേശം, ലോകം, ഇങ്ങനെ അപൂർവം സിനിമകളല്ലേ നോൺ മലയാളീസ് കാണുന്നു. മലയാളികൾ വേറെ രാജ്യത്തുള്ളതുകൊണ്ട് അവിടെ നിന്ന് അവർ കാണുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മലയാള സിനിമ കാണാൻ വേണ്ടി വിദേശ പൗരന്മാർ മലയാള സിനിമ കാണുന്നില്ല. റെയറായിട്ടുള്ളൂ. ഈ യുദ്ധത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമേനെ ബേസ് ചെയ്തിട്ടുള്ള വേറെ കുറേ കോൺട്രവേഴ്സീസ് വരുന്നുണ്ട്. കാരണം എപ്സ്റ്റൈൻ ഫയൽസിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സ്റ്റാർട്ടപ്പ് ചെയ്തൊരു വാറാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തോന്നുന്നില്ല. ഇത് ഒരു വെൽ പ്ലാൻഡ്. അതിന് കുറേ ഹിസ്റ്ററി ഉണ്ട്, അതിന് കുറേ പൊളിറ്റിക്സ് ഉണ്ട്. ചേട്ടൻ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്ന ഒരാളാണല്ലോ. ചേട്ടൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഈ ഒരു വാറിൻ്റെ എൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നെക്സ്റ്റ് സ്റ്റേജസ് എന്തൊക്കെയായിരിക്കും? ഇത് പിന്നെ ഇറാനെ കീഴടക്കത്ര എളുപ്പമില്ല. കാരണം അവർ വെരി സ്ട്രോങ്. അപ്പോൾ ഇതൊരു കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ പറയാൻ പറ്റും. കൃത്യമായിട്ട് ഇപ്പോൾ നമുക്കതൊരു കൺക്ലൂഷനിലെത്താൻ പറ്റില്ല. പക്ഷേ തുടക്കത്തിലുണ്ടായ ഒരു ആവേശം ഇപ്പോൾ കാണിക്കുന്നില്ല, അമേരിക്ക കാണിക്കുന്നില്ല. പിന്നെ ഇസ്രായേൽ എന്തായാലും അടിച്ചുകൊണ്ടിരിക്കുക, അത് അവർ സ്ഥിരം ചെയ്യുന്നതാണ്. അപ്പോൾ അമേരിക്കയുടെ ഒരു ഡിസിഷനാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. അവരത് ട്രംപ് ഡിസൈഡ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഇപ്പോൾ പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ കേരള പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് ആണെങ്കിലും വലിയ ക്രൂഷ്യൽ ടൈമിലേക്കാണ് വരുന്നത്. കാരണം ഇലക്ഷൻ വരികയാണ്. അതെ. ഇലക്ഷനെ കുറിച്ച് നോക്കിയിരുന്നു എന്തൊക്കെയായാലും. നമ്മുടെ അസംബ്ലി ഇലക്ഷനാണോ? അസംബ്ലി ഇലക്ഷൻ ടൈറ്റ് കോമ്പറ്റീഷനാണ്. കാരണം നമുക്ക് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിട്ടില്ല. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. പക്ഷേ LDF വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വീണ്ടും അതെ. എന്തുകൊണ്ടാണ്? കാരണം ഈ കഴിഞ്ഞ 10 വർഷങ്ങളിലുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ വിവാദങ്ങളായാലും അല്ലെങ്കിൽ ആരോപണങ്ങളായാലും ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളിൽ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും LDF തന്നെ വീണ്ടും വരാൻ എന്ന് പറയാൻ അല്ല, വിവാദങ്ങൾ ആരോപണങ്ങൾ എല്ലാ കാലത്തും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് സാധാരണ മനുഷ്യർക്ക് പിന്നെ സർക്കാരിനെ കൊണ്ട് എന്ത് ഗുണമുണ്ടായിരുന്നല്ലോ. അപ്പോൾ അടിസ്ഥാന വികസനം അതിഗംഭീരമായിട്ട് ഉണ്ടായിട്ടുണ്ട് എല്ലാ മേഖലകളും. ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞാലും പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ റോഡ് വികസനങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള വികസനങ്ങൾ, അടിസ്ഥാന വികസനം ഗംഭീരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു തുടർച്ച വേണമെന്നാണല്ലോ ജനങ്ങൾ ആഗ്രഹിക്കും. പിന്നെ പെൻഷൻ പദ്ധതികൾ, മറ്റു കാര്യങ്ങൾ, അത് സ്വാഭാവികമായിട്ടും ഒരു അതായത് ഇലക്ഷൻ എപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി പൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാരല്ല. അതായത് സിറ്റുവേഷൻ അനുസരിച്ച് തീരുമാനം എടുക്കുന്ന ആളുകളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഇടതും വലതും അല്ലാത്ത ആൾക്കാരുണ്ട്. അവരെങ്ങോട്ട് വേണമെങ്കിൽ ചാടാം.
അപ്പോൾ അവർ ഡിസൈഡ് ചെയ്യുന്നത് പോലെ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് അവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും പഠനം തുടരണമെന്നല്ലേ ആഗ്രഹിക്കും. അപ്പോൾ അതാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ ഇലക്ഷനെ വെച്ച് നമ്മൾ മലയാള സിനിമയിൽ ഇപ്പോൾ നേരത്തെ ആയാലും സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേര് ഇലക്ഷൻ തോൽക്കുകയും ജയിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഒരുപാട് മാറിയും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അല്ല, അത് ഏത് പാർട്ടിയിലാണ്? എല്ലാ പാർട്ടികളിലേക്ക് ഇപ്പോൾ BJP ഉൾപ്പെടെയുള്ള BJP കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല കേരളത്തിൽ. കാരണം അത് പ്രാധാന്യമില്ലല്ലോ. BJP കൂടെ അത് യാതൊരു റോളില്ല. പിന്നെ LDF-ലൊന്നും അങ്ങനെ സിനിമ നടന്മാർ എടുക്കുന്നില്ല. അത് മുകേഷും പിന്നെ ഗണേഷ് കുമാർക്കുണ്ട്. പക്ഷെ അവർക്ക് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ടല്ലോ. ജസ്റ്റ് സിനിമ നടനായതുകൊണ്ടല്ല. പക്ഷേ ഇലക്ഷൻ സമയപ്പോഴും ഗണേഷ് കുമാറിനുള്ള വിവാദങ്ങൾ കുറിച്ച് അല്ല, അത് അവരുടെ ഫാമിലി മാറ്റർ അല്ല. അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവർ സെറ്റിൽ ഭയങ്കരമായിട്ട് ബാധിക്കും. അല്ല, അത് കഴിഞ്ഞ് അതിന് ബാധിക്കാൻ പോകുന്നില്ല. അത് ഇപ്പം ഡെയിലി ന്യൂസ് അല്ലേ. അപ്പോൾ അത് അന്നത്തെ ദിവസത്തോടുകൂടെ ആ ന്യൂസ് കഴിഞ്ഞു. ദിവസം കൊണ്ട് അത് കഴിഞ്ഞു. പിന്നെ അടുത്ത ന്യൂസായി. ഇപ്പോൾ ചേട്ടൻ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ക്രിട്ടിസൈസ് എന്ന നിലയിൽ നിരീക്ഷിക്കുന്ന ഒരാളാണല്ലോ. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് ഒരു പൊളിറ്റിക്കൽ മെറ്റീരിയലായിട്ട് ഫീൽ ചെയ്ത ഏതെങ്കിലും ആക്ടേഴ്സ് ആക്ട്രസസ് ആരെങ്കിലും അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഇല്ല, അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇല്ല ഇല്ല.